ഹലോ ഓൾ, വെൽക്കം ടു എക്സാം വൈ മിഷൻ ഒളിമ്പ്യാഡ്. ഒളിമ്പ്യാഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ അല്ലേ. അപ്പോൾ അതിൽ ബയോളജി പാർട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് ഹ്യൂമൻ എലിമെന്ററി കനാൽ, നമ്മുടെ ഹ്യൂമൻസിന്റെ എലിമെന്ററി കനാൽ അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ആ ഒരു എലിമെന്ററി കനാലിനെ കുറിച്ച് നമുക്കറിയാം. ഡസ് ദ അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ്, എവിടെയാണ് അബ്സോർപ്ഷൻ നടക്കുക? അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് അബ്സോർപ്ഷൻ? ആദ്യം നമ്മൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് എടുക്കാം അല്ലേ. എന്താണ് അബ്സോർപ്ഷന് മുമ്പ് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ആദ്യം നടക്കേണ്ടത്? ഏതാ? ഡൈജഷൻ അല്ലേ. ഡൈജഷൻ കഴിഞ്ഞിട്ടല്ലേ അബ്സോർപ്ഷൻ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ കാണാപ്പാടം പഠിച്ച ഡെഫിനിഷൻ പറയാനല്ലോ കേട്ടോ, എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈജഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ, ഡെഫിനിഷൻ ആയിട്ടല്ല, ബ്രേക്കിംഗ് ഡൗൺ അല്ലേ. ബ്രേക്കിംഗ് ഡൗൺ ആണ് ഡെഫിനിഷൻ. പിന്നെ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപിളർ സബ്സ്റ്റൻസ് ആക്കുക എന്നുള്ളതാണ് ആരുടെ എന്താണ് എവിടെ നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മന്തി കഴിക്കുന്നു, അടിപൊളി അല്ലേ. അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ ആ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ പിന്നെ ഇറച്ചിയും അതുപോലെ ചോറും ഒക്കെ ഇങ്ങനെ നമ്മുടെ ബ്ലഡിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാണോ? അല്ല. അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ചവച്ചരച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിൽ ഒരുപാട് എൻസൈംസ് ഒക്കെ ആക്ട് ചെയ്ത് അത് ചെറിയ സ്മോളർ സബ്സ്റ്റൻസ് ആക്കി അതിന് സിമ്പിളർ സബ്സ്റ്റൻസ് ആക്കി മാറ്റും. എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രോട്ടീൻസിനെ തന്നെ വീണ്ടും പിന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പിന്നെ പെപ്റ്റോൺസ് അങ്ങനെ അമിനോ ആസിഡ്സ് അങ്ങനെ ആക്കിയിട്ട് മാറ്റും. അതുപോലെ തന്നെ ഫാറ്റിനെ ആണെങ്കിലും അതിനെയും ഡൈജസ്റ്റ് ചെയ്യും, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ആക്കും. അങ്ങനെ സിമ്പിളർ സബ്സ്റ്റൻസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം, ഒരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫുഡ് അതിനെന്ത് ചെയ്യുന്നു? ചെറിയ സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കി മാറ്റുക. ഇതാണ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് വെച്ചാൽ ചെറുതാക്കുക അല്ലേ, ആ സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കുക, അതാണ് നമ്മുടെ ഡൈജഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്തു? ഡൈജഷൻ നടന്നു. അപ്പോൾ വേറെ കുറച്ച് പോയിന്റുകൾ കൂടി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാമെന്നല്ല കേട്ടോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകണം. അപ്പോൾ ഡൈജഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് പിന്നെ മൗത്ത് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉണ്ട് അല്ലേ. എവിടെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ചില ആൾക്കാരൊക്കെ പറയും സ്റ്റൊമക്കിലാണ് അല്ലേ, സ്റ്റൊമക്കിലാണ് ഡൈജഷൻ. അല്ല, നമ്മുടെ ഡൈജഷൻ ശരിക്കും തുടങ്ങുന്നത് എവിടെയാണ്? നമ്മുടെ മൗത്തിൽ തന്നെയാണ്. സ്റ്റാർട്ട്സ് അറ്റ് മൗത്ത്. വായിൽ വെച്ച് തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ സലൈവയിലുള്ള ഉമിനീരിലുള്ള സലൈവറി അമൈലേസ് വേണമെങ്കിൽ എഴുതി വെക്കാം. സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം വഴി എന്ത് ചെയ്യും? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിൽ ഡൈജഷൻ ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം അതിൻ്റെ അബ്സോർപ്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? പിന്നെ നമ്മുടെ വായിൽ വെച്ചാണ്, മൗത്തിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ളതിനെ സിംപ്ലർ ആക്കി. ഇനി സിംപ്ലർ ആക്കിയിട്ട് അവിടെ തന്നെ കിടന്നാൽ മതി. നമ്മുടെ വയറ്റിൽ ഇങ്ങനെ സിംപ്ലർ ആക്കിയിട്ട് ഇങ്ങനെ ആ സിംപ്ലർ പാർട്ടിക്കിൾസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണോ? അല്ല, ആ സിംപ്ലറായ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? അബ്സോർപ്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക? അബ്സോർപ്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഡൈജഷൻ നടന്നതിന് ശേഷമാണ് അബ്സോർപ്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തരാം, എവിടെയൊക്കെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നാണ് ചോദ്യം. 1 ഈസോഫാഗസ്, 2 സ്റ്റൊമക്ക്, 3 സ്മോൾ ഇൻറ്റസ്റ്റൈൻ, 4 ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ എവിടെയൊക്കെയാണ് ഇതിൽ പിന്നെ അബ്സോർപ്ഷൻ നടക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബോത്ത് 2 and 3 അല്ലേ, സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും, ബോത്ത് 3 and 4 സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും, 2, 3 and 4 സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഓൾ ഓഫ് ദ അബോവ് അല്ലേ, ഈ 4 എണ്ണത്തിലും എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എന്നാലോചിച്ച് നോക്കുക. നമ്മുടെ ഈസോഫാഗസിലൂടെ, നമ്മുടെ ഫുഡ് പൈപ്പിലൂടെ എന്തെങ്കിലും അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ? അവിടെ നിന്ന് ബ്ലഡിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ടോ? ചില ആൾക്കാരുടെ സംശയം ആയിരിക്കും. സ്റ്റൊമക്കിൽ ഡൈജഷൻ എന്തായാലും നടക്കുന്നുണ്ട് കേട്ടോ. ഡൈജഷൻ മൗത്തിലും നടക്കുന്നുണ്ട്, സ്റ്റൊമക്കിലും നടക്കുന്നുണ്ട്. പക്ഷെ അബ്സോർപ്ഷൻ സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം അല്ലേ. സ്റ്റൊമക്കിൽ കാര്യമായി വലിയ രൂപത്തിലുള്ള അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത് പോലുള്ള അബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ചെറിയ രൂപത്തിൽ
ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റൊമക്കിൽ ചില മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ സ്റ്റൊമക്കിൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒബ്വിയസ്ലി പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ബാക്കിയുള്ള കുറച്ച് വാട്ടറിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ ബാക്കി ലാർജ് ഇൻറ്റസ്റ്റൈനിലും നടക്കും. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഉണ്ട് നമുക്ക് എന്തായാലും ഉറപ്പാണ്. ചെറിയ അളവിൽ സ്റ്റൊമക്കിലും ഡൈജഷൻ നടക്കുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, ഓപ്ഷൻ സി അല്ലേ. 2, 3 and 4 സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇതിൽ മൂന്നിലും എന്ത് നടക്കുന്നുണ്ട്? അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആ രൂപത്തിൽ കൃത്യമായി പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒളിമ്പ്യാഡ്സിനും അതുപോലുള്ള ഹയർ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.